5-6 ഏക്കർ കരിമ്പന്തോട്ടം ഉണ്ട് കേട്ടോ. ഇതിലേക്ക് പോണ വെള്ളമാണ് കരിമ്പന്തോട്ടത്തിലോട്ട് പോകുന്ന വെള്ളമാണോ? വേറെ താഴോട്ട് പോകുന്നത് നമ്മുടെ തോട്ടത്തിലോട്ടും ബാക്കിയുള്ളവരുടെ തോട്ടത്തിലോട്ടും പോകുന്നത്. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ വിറക് മാതിരി പെട്ടെന്ന് കത്തിപ്പോകൂല്ലേ? ചണ്ടിയല്ലേ? പക്ഷെ അതിന് നല്ല ചൂടാ, അതിനകത്ത് മുഴുവൻ ജ്യൂസും വരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് നിന്ന് കത്തുകയും ചെയ്യും, തീക്ക് ചൂടാ. നമസ്കാരം, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നേ തിരിച്ചു പോന്നു കാന്തല്ലൂരിൽ നിന്ന്. കാന്തല്ലൂർ മറയൂർ പോണ വഴിക്ക് നമ്മൾ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ശർക്കര ഫാക്ടറി. വേണ്ട, ഞാൻ ആ ശർക്കര ഫാക്ടറിയുടെ മുന്നിലാണ് തോന്നിട്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്ത് പോയി കയറി. ഇവിടെ കണ്ട കരിമ്പിൻ്റെ ചണ്ടി, നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. ശർക്കരയ്ക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടേക്കണതാണ് കരിമ്പുങ്കാല്. ഇത് അക്ഷയ ശർക്കര യൂണിറ്റ്, മറയൂർ ശർക്കര. 3 മാസം വരെ ഈ ശർക്കര ഇരിക്കുമെന്നാണ് പറയണത് അവർ. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ശർക്കര അല്ലാണ്ട് ശർക്കര പാനി, കരിമ്പിൻ ജ്യൂസ്, ചുക്ക്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്. ചേച്ചി നമസ്കാരം, എന്താ പേര്? ഇത് ടെസ്റ്റിന് വേണ്ടി വെച്ചേക്കണോ? തന്നെ തിരുനോക്കട്ടെ. എന്താ 2 എണ്ണം? ഇത് സ്പൈസിയാണ്, ഏലക്ക, ചുക്ക്, ജീരകമൊക്കെ ഇട്ടേക്കുന്ന ഇത്. പിന്നെ ശർക്കര പാനിയുണ്ട്. ഇതാണ് ഉണ്ടല്ലേ? പറഞ്ഞ തറാനുള്ള ചൂടാണ്, തറാനുള്ള ചൂടാ. ഇതെന്താ ഞങ്ങളെ നാട്ടിൽ കിട്ടാത്തത്? അങ്ങോട്ട് പോകണല്ലോ. ഇവിടെ ഇപ്പൊ കൃഷി നേരത്തെ മറയൂർ ഇവിടെ കൃഷി, കരിമ്പ് കൃഷി കുറഞ്ഞിട്ടുണ്ട്, മുമ്പ് ചെയ്തതെന്ന് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടൊന്നും വരാനുള്ള ശർക്കര കാണുകയാണ്. ഇപ്പൊ മറയൂർ ശർക്കര എന്ന് പറയുമ്പോ തീരെ കുറച്ചേ ഉണ്ടാക്കുന്നത്. കൂടുതലും ശരിക്കുള്ള ശർക്കര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലേ കിട്ടുള്ളൂ. അതായത് ഒറിജിനൽ നിങ്ങൾ കൊടുക്കുന്ന ശർക്കരയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടികളെന്ന് പറഞ്ഞാൽ? നമ്മൾ കരിമ്പ് തോട്ടത്തിൽ നിന്ന് വെട്ടി, നിങ്ങൾക്ക് തോട്ടമുണ്ടോ ബാക്കിൽ? കാണിച്ചുണ്ട്. അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്, അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇത് എന്തോരം സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞേ? അതെ, 5-6 ഏക്കർ കരിമ്പന്തോട്ടം ഉണ്ട് കേട്ടോ. അതെ, ഇതിലേക്ക് പോണ വെള്ളമാണ് കരിമ്പന്തോട്ടത്തിലോട്ട് പോകുന്ന വെള്ളമാണോ? വേറെ താഴോട്ട് പോകുന്നത് നമ്മുടെ തോട്ടത്തിലോട്ടും ബാക്കിയുള്ളവരുടെ തോട്ടത്തിലോട്ടും പോകുന്നത്. കരിമ്പിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ എലിശല്യം. അത് ശരിക്കും ഈ അടുത്ത ശല്യം എന്ന് പറഞ്ഞാൽ പന്നിയാണ്. ഓ, കാട്ടുപന്നി അല്ലേ? ഇതുപോലെ വളർന്നു നിൽക്കുന്നതിനകത്തോട്ട് കൂട്ടങ്ങൾ ഇങ്ങനെ ഏക്കർ കണക്കിനല്ലേ കിടക്കുന്നത്. പ്രസവിച്ച് അവിടെ കിടക്കുക, അതങ്ങ് പടത്തിയിട്ട് അവരിഷ്ട ഭക്ഷണമാണ് ഈ സാധനം. അതെ അതെ, പന്നിയുടെ ശല്യം രണ്ടാമത്, പിന്നെ മുള്ളം പന്നി ഉണ്ടാവും, ഇങ്ങനെ പിന്നെ ആനയുടെ ശല്യം പിന്നെ വരുന്നത്. ഇതിപ്പോ നിങ്ങള് വെച്ചിട്ട് എത്ര നാൾ കഴിയുമ്പോൾ വെട്ടുക? 1 വർഷം കറക്റ്റ്. ഇന്നിപ്പോ നമ്മളിപ്പോ തെളിച്ച് വരുവാണെങ്കിൽ 12 മാസം അടുത്ത വർഷം വെട്ടാൻ പറ്റും. ഓ, അപ്പൊ ഇങ്ങനെ വെട്ടി വരുമ്പോഴത്തേനും ഒരു റൊട്ടേഷൻ വരും അല്ലേ? ഓക്കെ ഓക്കെ. ഈ മെഷീൻ വഴിയാണ് നിങ്ങൾ അടിക്കുന്നത് അല്ലേ? ഇതുവഴിയാണ് നമ്മൾ കരിമ്പ് ഇങ്ങനെ വെട്ടിയെടുത്ത് വെക്കും. നമ്മൾ ഇതുപോലെ കരിമ്പ് ഇതിനകത്ത് വെച്ച്, ഇത് വലിയ പവറുള്ള മെഷീനാണ്. ഇതാണ് നമ്മളെ റോഡ് സൈഡിലൊക്കെ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീൻ. ചെറുതാണ്. ഇതുപോലെ നമ്മൾ കരിമ്പ് ഇങ്ങനെ വെച്ച് നിറച്ച് വെച്ച് കൊടുത്താൽ ഇത് വരും. ഇത് അരഞ്ഞ് നന്നായിട്ട് തന്നെ അരഞ്ഞ്, പിന്നെ ഇതെവിടെ ഇത് വര വെച്ച് അരിക്കുന്നുണ്ട് നമ്മൾ. ഇത് കണ്ടോ, ഈ അരിപ്പായി നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് അരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഈ പാത്രത്തിൽ നിന്ന് ഈ പമ്പിൽ നിന്നാണ്, പിന്നെ ഇതിന്റെ ചണ്ടി കണ്ടോ ഇതിനകത്തോട്ട് വീഴും. അതെടുത്ത് കത്തിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഉണക്കാൻ കൊണ്ട് അപ്പുറത്തിടുന്നത്. കരിമ്പ് കുറേ ഉണ്ടല്ലോ. എന്തോരം ഉണ്ടാവും? ഒരു മിനി ലോറി ഉണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതിപ്പോ ഒരു 470-നുള്ളതുണ്ട്. മിനിലോർ തന്നെ. പിന്നെ ഇതാണ് ഇതിന്റെ മോട്ടർ. ഓക്കെ. ഈ കരിമ്പ്, ഈ ശർക്കര ആനക്കൊണ്ട് കൊണ്ടാ? ആനക്ക് തിന്നാൻ കൊടുക്കൂല? അത് ആനക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനം ഇത് ശർക്കര. ആന നമ്മുടെ കരിമ്പ് കെട്ട് അപ്പുറത്ത് ശരി ഇറക്കും. നമ്മൾ ലോഡ് വരുമ്പോൾ ഇവിടെ ഇറക്കാൻ സമയത്ത് അപ്പുറത്ത് ഇറക്കും. ആന എടുത്ത് കൊണ്ടുപോയി എടുത്തിട്ട് പോകും. റോഡിൽ കൂടെ വരുമല്ലോ. ഇതിന്റെ പ്രോസസ് നോക്കാം നമുക്ക് എന്താണ്. മുകളിൽ ഇരിക്കുന്ന ആ പാത്രത്തിലോട്ട് വരും. പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ജോയിന്റ് വെച്ച് ഇതിനകത്ത് ഒഴിച്ചു. ഇപ്പൊ അങ്ങനെ ഒഴിച്ചേക്കുന്ന ജ്യൂസായത്, അതായത് കരിമ്പിന്റെ പ്യൂർ ജ്യൂസാണ്. പ്യൂർ ജ്യൂസായത്. ഇതിനകത്തോട്ട് ഇത് നമ്മൾ ഒരു 3-3.5 മണിക്കൂറാണ് ഇത് നമ്മൾ തിളപ്പിച്ച് പറ്റിക്കുന്നത്. ചിലത് 3 മണിക്കൂർ മതി, ചിലത് ഒരു 3 മണിക്കൂർ മിച്ചം വരും. ഇതിങ്ങനെ പറ്റി കുറുകി വരുന്നൊരു ഇതില്
നമ്മൾ ഈ ലിവർ എടുത്തിട്ട് പൊക്കിയിട്ട് ഇതിനകത്തൂടെ ഒഴിച്ച് ഈ വലയുണ്ടല്ലോ, ഈ അരിപ്പ എടുത്ത് നമ്മളിവിടെ ഒഴിക്കും. ഈ ഭാഗത്ത് വെച്ച് അരിച്ച് ഈ സാധനം ഇങ്ങോട്ട് ഒഴുകി വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കിട്ടും. അതിനകത്ത് സാധാരണ വേറെ ഒന്നും വരുന്നില്ല, കറണ്ടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും നമ്മൾ ഒന്നുകൂടെ അരിക്കുന്നുണ്ട്, ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് ഇവരെ പരിപാടി അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ലിക്വിഡ് രൂപത്തിലാണ് വരുന്നത്, പായസം പോലെ വരുന്ന സാധനം. നമ്മളൊരു അരമണിക്കൂർ ഇളക്കി അത് നന്നായിട്ട് ഇളകി കഴിയുമ്പോൾ ഫ്രൈ ആവും. ഇങ്ങനെ ഒരു നമ്മൾ മാവൊക്കെ കുഴക്കുന്ന പോലെ ആ പരുവത്തിൽ കുഴഞ്ഞു വരും. ആ പരുവത്തിൽ നമ്മൾ വരുന്ന ചൂടോടെ തന്നെ അത് നമ്മൾ ഉരുട്ടിയെടുക്കണം, കൈകൊണ്ട് ഉരുട്ടിയെടുക്കും. നമ്മുടെ ഇവിടുത്തെ ശർക്കരയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മറയൂർ ശർക്കരയുടെ പ്രത്യേകത മധുരം കൂടുതലാണ്, അതുപോലെ ഉപ്പുരസം ഇല്ല, പിന്നെ കല്ലോ മണ്ണോ. സാധാരണ നമ്മൾ ഒരു കടയിൽ നിന്നൊക്കെ ഒരു ശർക്കരയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് മുഴുവൻ കല്ലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തൊന്നുമില്ല, നല്ല ഷുഗർ കണ്ടന്റ് കൂടുതലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഇവിടുത്തെ ശർക്കരയ്ക്ക്. എന്റെ വീട് ഇപ്പോൾ കാന്തല്ലൂര്. ഒരു കാര്യം ചോദിച്ചിട്ട്, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് ഈ തമിഴ്നാട് ശർക്കരയും മറയൂർ ശർക്കരയും വ്യത്യാസം എന്താ വ്യത്യാസം? അതിനകത്ത് ഉപ്പുരസമുണ്ട്, കെമിക്കലും കൂടുതലാണ്. ഇത് പ്യുവറാണ്, പ്യുവർ സാധനം. അതുകൊണ്ട് നമുക്ക് ഈ കെമിക്കൽ ഇടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇപ്പൊ ഇത് നമ്മുടെ ശർക്കരയ്ക്ക് കളറില്ലല്ലോ, ഇത് ഒറിജിനൽ സാധനം ഇല്ല. സാധാരണ എന്തൊക്കെ പർപ്പസിനാണ് ഈ ശർക്കര നമ്മൾ ഉപയോഗിക്കുന്നത്? വീട്ടിൽ നമ്മൾ പായസം ഉണ്ടാക്കാൻ അല്ലാണ്ട് പായസം, പൊങ്കല്, അതുപോലെ അവല് നനയ്ക്കാനും അവല് വിളയിക്കാനും കൊഴുക്കട്ട, അട ശർക്കര തേങ്ങ ചാടയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള മരത്തിന്റെ പായസം ഇത് മരത്തിന്റെയാണ്, കറയില്ലാത്ത മരത്തിന്റെ സാധാരണ ഇതിനെ ഉപയോഗിക്കുന്നത്. എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടുള്ള സാധനമല്ലേ ഒഴിക്കുന്നത്, ഇതിനാ അങ്ങനെയുള്ള സാധനത്തിന്. അതുകൊണ്ട് മരത്തിന്റെ എന്നാ വെച്ചാൽ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിന്റെ ഇത് വരുന്നത്. പ്രത്യേകമുള്ളവരൊക്കെ ചൂള പോലെ തന്നെ ഇതിന്റെ പുക ഇതിൽ കൂടെ ഇതുണ്ട്, പുക പോകുന്ന ഒരു അതിന്റെ മുകളിൽ കൂടെ പുക പോകുന്ന. അത് ശരി. അപ്പൊ പിന്നെ പുക ഇവിടെ ഇതിന്റെ അകത്തോട്ട് നിൽക്കൂല അല്ലേ? അതെ അതെ, പുക ഇതിനകത്ത് ഇതുണ്ടോ. പിന്നെ ഈ പാത്രം ചൂടാവില്ല. ഇത്രയും വലിയ പാത്രമാണെങ്കിൽ പോലും അത് ചൂടാത്ര ചോട്ടി മാത്രമേ അടിക്കത്തുള്ളൂ. ഈ പാത്രത്തെ നമുക്ക് തൊടാം, ചൂടുണ്ടാവില്ല, ഒന്നുമില്ല, ചൂടില്ല, തണുത്തായിരിക്കും പാത്രത്തെ തൊടാം. പക്ഷെ തിളയ്ക്കുന്നതാണ്. ഇനിയിപ്പോ ഈ ചണ്ടി ഉണ്ടല്ലോ, ഇതിന്റെ വേസ്റ്റ് ചണ്ടി എന്ത് ചെയ്യും? നമ്മള് കത്തിക്കുന്നത് അത് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. നമ്മള് അവിടെ ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന സാധനം സ്റ്റോക്ക് ചെയ്ത്, ഇപ്പൊ മഴ സമയത്തൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഉണങ്ങി കത്തിക്കും. അപ്പൊ ഈ കരിമ്പ് വെട്ടിക്കഴിഞ്ഞതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്നും കളയാം, പക്ഷെ നമുക്ക് വിറക് വെച്ച് കത്തിച്ചാൽ ഇത് മുതലാവില്ല. ഇത് തന്നെ വെച്ചാലേ പറ്റൂ, ഇത് തന്നെ കത്തിക്കാനേ പറ്റൂ. ഇതിന്റെ ഒന്നും കരിമ്പിന്റെ ശരിക്കും ഒന്നും കളയാനില്ല, അതിന്റെ ഓലയാണെങ്കിൽ പോലും കത്തിക്കാം. ഇതിന്റെ തൊട്ടടുത്താണല്ലേ? അത് ഏതാ കോളേജ്? ചട്ടി കോളേജിന്റെ തൊട്ടടുത്താണ്. അക്ഷയ ശർക്കര. ഇത് കുറെ യൂണിറ്റുകളുണ്ടല്ലോ അല്ലേ ഇവിടെ? ഈ വടിച്ചടിയിരിക്കുന്ന ഒരുപാടുണ്ട്. എല്ലാരും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? സ്വയം തൊഴിലാണത്? അല്ല, ഇത് സ്വയം തൊഴിലുമാണ് തന്നെ. പിന്നെ കൃഷിഭവന്റെ ചെറിയ സഹായം ഉണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ ചെറിയ സഹായം ഇത് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ ഓക്കെ. വേറെന്താ ശർക്കര കൂടാതെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ? നമുക്ക് പഴുത്തി ശർക്കരയുണ്ട്, ഏലക്കയൊക്കെ ഇട്ട് ശർക്കര ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി നമ്മൾ കൊടുക്കുന്നുണ്ട്. കരിമ്പിൻ ജ്യൂസ് ഉണ്ടോ? കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ജ്യൂസർ നമ്മളിപ്പോ മാറി ഇന്ന് വരുമ്പത്തേ ഉള്ളൂ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇതൊക്കെ എന്താ? ഇത് ശർക്കര പാനി. ഇത് നമുക്ക് ലിക്വിഡ് രൂപത്തിലുള്ള ഇത് ശർക്കര ആകുന്നതിന് മുമ്പ് നമ്മൾ എടുത്ത് വെക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം, ഒരുക്കാനൊന്നും പോകണ്ട, നേരിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ദോശയൊക്കെ മുക്കി കൊടുക്കാനും ജാമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നേരിട്ട് കരിമ്പിൽ നിന്ന് വരുന്ന സത്താണ്? അല്ലല്ല, നമ്മൾ ഈ ശർക്കര ആകുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ. ഇത് പിന്നെ നേരിട്ട് ചായയിൽ ഒഴിച്ചാൽ ഈ പഞ്ചസാര ഉപയോഗിക്കാതെ ഇത് നേരിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ വരുന്ന കരിമ്പല്ലല്ലോ അല്ലേ? ഇത് ഇതിനു വേണ്ടി മാത്രമല്ല, ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള കാര്യം. ഓ അത് ശരി. നമ്മുടെ നാട്ടിലുള്ള മറ്റേ ഉത്സവത്തിന് വരുന്ന കറുത്ത കരിമ്പല്ല അതല്ല? അല്ലല്ല, അതിന് ചാറുണ്ടെങ്കിലും മധുരം കുറവാണ്, ഇതിന് നല്ല മധുരമുണ്ട്.
അപ്പോൾ അതൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണം? ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന 1 കിലോ പാക്കറ്റാണ്. തീർന്നു പോയി. ഇപ്പം ഞാൻ എല്ലാം കൊടുത്തോണ്ടിരിക്കുവായിരുന്നേ, ഇടാൻ സമയം കിട്ടിയില്ല. ഇത് 2 കിലോ പാക്കറ്റാണ്. പിന്നെ ഇത് 1/2 കിലോയുടെ പാക്കറ്റ് ഉണ്ട്. നമ്മൾ 1/2 കിലോ ചോദിക്കുന്നവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സ്പൈസിയുടെ 1 കിലോ ചുക്ക ഏലക്കാക്കി 1 കിലോ പാക്കറ്റ്. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ഇതങ്ങ് ഇട്ടാൽ മതി വെറുതെ? കാപ്പിപ്പൊടി ഇട്ടാൽ മതി. എങ്ങനെ വില ഇതിന്റെ? ഇതിന് 120 രൂപയ്ക്ക് ഇപ്പം നമ്മൾ 120. ഇതോ? പിന്നെ അത് നമ്മൾ സാധാരണ ശർക്കര 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. ശരി. അപ്പൊ നിങ്ങൾ സമയമൊക്കെ ഒന്ന് പറഞ്ഞോ, ഈ വരുന്നവർക്ക് ഇതിൽ രാവിലെ എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടക്കും? ഒരു 8:30 കഴിയുമ്പോൾ ഇവിടെ തുറക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 7 മണി വരെ ഉണ്ട്. ശരി. എത്ര കൊല്ലമായപ്പോൾ പരിപാടി? ഇതിപ്പോ നമ്മൾ 2016 തുടങ്ങിയതായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടാമത് പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു. ഇപ്പൊ തുടങ്ങിയിട്ട് 1 വർഷമായിരുന്നു. ഇതുപോലത്തുള്ള എത്ര യൂണിറ്റുകളുണ്ട് ഇപ്പൊ ഇതിനിടെ മറയൂർ കാന്തല്ലൂരയിൽ? തന്നെ ഒരു 3 ഉണ്ട്. ഇവിടെ താഴെ വരണം. ഞാനിങ്ങനെ ബസ്സിന് വരുമ്പോ ഇങ്ങനെ കുറെ യൂണിറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇത് കുടുംബശ്രീയുടെ വല്ലതാണോ? ഇത് കുടുംബശ്രീയുടെയും കൂടെ. അത് ശരി. ഇതെന്താ എനിക്ക് തന്നാണോ? ഇത് നിങ്ങളെ സാധനമാണോ അല്ലെങ്കിൽ സാധാരണ? ശരി. ഞാൻ വിചാരിച്ചു നിങ്ങളെ കരിമ്പിൻ ചായ ഒന്നും അല്ലല്ലോ. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് അപ്പൊ? 8 പേരോളം ഉണ്ട്. കാട്ടിലെ പണിക്ക് വേറെ ഉണ്ട്. ശരി. നിങ്ങളാണോ തോട്ടം, കരിമ്പൻ തോട്ടം നിങ്ങളെ? ശരി. അപ്പൊ ആ കരിമ്പ് മൊത്തം ഇങ്ങോട്ട് വരും, ഇതിലോട്ട് വരും. ഇത് കരിമ്പിന്റെ ചണ്ടി ഇട്ടിട്ടാ കത്തിക്കണം അല്ലേ നിങ്ങള്? പക്ഷെ ഇത് പെട്ടെന്ന് കത്തിപ്പോവില്ലേ, തീരൂലേ വേഗം? നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങണ പണിയാ? രാവിലെ 9 മണിയാവും. ആ കീലാണല്ലേ ഒറിജിനൽ സാധനത്തിന്റെ? ഒഴുകി വരുന്നത് പറ്റി പിടിച്ചിരിക്കല്ലേ, പോരുന്നില്ലല്ലോ. അതിന് വേറൊരു ടേസ്റ്റ്. ഇത് ഇപ്പൊ എത്ര ലിറ്റർ ഉണ്ട് ഈ ഇതായിക്കൊണ്ടിരിക്കുന്നത്? അതിനകത്തൊരു അത് നിറച്ചുണ്ടായിരുന്നു ഒരു 900 ലിറ്റർ വരും. അതല്ലേ? 1000 ലിറ്റർ ഉണ്ടോ? 1000 ലിറ്റർ ഉണ്ട്. എന്നാ കഴിഞ്ഞാൽ സാധാരണ 800 ഒക്കെ ഒഴിക്കുന്നത്, ഇന്ന് നിറച്ചുണ്ടായിരുന്നത്. നോക്കട്ടെ അതിന്റെ ഒരു കഷ്ണം നോക്കട്ടെ. ടേസ്റ്റ് ടേസ്റ്റ് ഇത് തന്നെ അല്ലേ? ഇതിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്? അതെ. എന്താ ഒറിജിനൽ കരിമ്പിന്റെ ചാറിന്റെ പീസ് അല്ലേ? ശർക്കര ആദ്യം വരുന്ന കൊള്ളാം. അപ്പൊ ഇത് വേറെ എന്തെങ്കിലും ചേർക്കും ഇപ്പൊ ഇതില്? ഇത് വേറെ അല്ലാതെ മുട്ടായി ആയിട്ട് എടുക്കാം. ഈ സൈഡിൽ തേച്ചൊക്കെ. ശർക്കര മുട്ടായി. ശർക്കര മുട്ടായി എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ. അത് പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ അടുത്ത ജ്യൂസ് ഒഴിക്കുമ്പോൾ ഒരു സൈസ് മുട്ടായി വരും ഒരടുത്ത്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പോകും. നിങ്ങള് ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല? നമുക്ക് ഓർഡർ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ നമ്മുടെ കാർഡ് മേടിച്ചുകൊണ്ട് അയച്ചു കൊടുക്കാവുന്നിരിക്കും. ബസ്സിൽ കൊടുത്തുവിടും, പാഴ്സൽ സർവീസ് ആയി കൊടുക്കും. കൊല്ലത്ത് ആയുർവേദത്തിലൊക്കെ കൊടുത്തുവിടുന്നുണ്ട്. അവർക്ക് വേണമല്ലോ ആയുർവേദ കടയിൽ എപ്പോഴും വേണ്ട. ഇത് ടെസ്റ്റ് ചെയ്തിട്ടോ പോകും. ആയുർവേദത്തിന് ആശുപത്രിനൊക്കെ നല്ല കെമിക്കലൊക്കെ ഇല്ലാത്തത് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അരിഷ്ട ലേഹ്യം ഉണ്ടാക്കാനാ. എന്തായാലും കൊള്ളാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിലും പഞ്ചസാര ഇട്ട് നമ്മളൊരു കുറുക്ക് കൊടുക്കുന്ന അതിനൊക്കെ നല്ല ശർക്കര തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്കൊന്നും ഇല്ല. ശർക്കര കരിമ്പിന്റെ സത്ത് തന്നെയാണ്. അപ്പൊ കൂടുതലും ആൾക്കാര് ശർക്കര ഉപയോഗിക്കണമെന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് പഞ്ചസാര ഉപയോഗിച്ച് വന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു എങ്ങനെ നിങ്ങളെ പ്രൊഡക്ഷൻ ഇപ്പൊ ഒരു മാസം തോരം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം തോരം നടക്കുക എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങള് മിക്കവാറും ദിവസം തന്നെ 2 പ്രാവശ്യമൊക്കെ എടുക്കുന്നുണ്ട് ഇതുപോലത്തെ. ശരി. മിക്കവാറും നല്ല ഒരു അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാതെ ഉള്ളൂ. നമുക്ക് അതുപോലെ അപ്പൊ ഇതിലൊരു ഫുള്ള് ഒരു പാത്രം ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരി? നമുക്ക് ഇതിനകത്ത് 1000 ലിറ്റർ ഉണ്ട്. അത് നമുക്കൊരു 200 കിലോയിൽ താഴെ കിട്ടത്തുള്ളൂ, ശർക്കര കിട്ടത്തുള്ളൂ. ബാക്കി വേസ്റ്റ് 80 കിലോയെ കിട്ടും. അല്ലെ പറ്റി വെള്ളം ഈ കരിമ്പിന് വെള്ളം ഉണ്ടാവും. ആ വെള്ളമയം പറ്റി പ്രൂവല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തുനിന്നൊരു 100 ഇപ്പൊ ഈ കിടക്കുന്നതിനകത്തുനിന്നൊരു 150 80 കിലോയെ കിട്ടത്തുള്ളൂ. അത് ശരി. ഇതങ്ങ് പാക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കുറെ ഓർഡറുകളൊക്കെ ഉണ്ട്, അതനുസരിച്ച് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് മിക്കവാറും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ മഴ അങ്ങോട്ട് ഭയങ്കര മഴയാണ്. മഴയത്തൊരു പ്രശ്നമാണ്. ഈ കത്തിക്കുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഈ ഓണത്തിന്റെ സമയത്തൊക്കെ നമുക്ക് ശരിക്കും പണിയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കത്തിക്കുന്ന സാധനം നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല. ആ സമയത്ത് നമുക്ക് കുറെ ഓർഡർ കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് പണിക്കാരെ കിട്ടുന്നുണ്ടോ? പണിക്കാരെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കുഴപ്പമില്ല.
ഇതറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയത്തില്ല ഈ പണി. ഇതിന്റെ പാകം നോക്കാന്ന് പറഞ്ഞ ഒരു പരിപാടി. ഓ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പച്ചവെള്ളത്തിനകത്ത് പച്ചവെള്ളം എടുത്തിട്ട് ഇങ്ങനെ കോരി കൈകൊണ്ട് കോരി നോക്കണം. ഇങ്ങനെ പച്ചവെള്ളം എടുത്ത് അത് ഈ അണ്ണനൊക്കെ 1-2 പേർക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ ഈ അണ്ണനും അല്ലെങ്കിൽ ഇതിന്റെ മിക്സ് ശരിയാവില്ല അല്ലേ? ശരിയാവില്ല. അവിടെയാണ് ഇതിന്റെ മെയിൻ വരുന്നത്. ആ ഒരു നോട്ടോ ഒരു നമ്മൾ ചോട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് പാകമായോന്ന് നോക്കുന്നുണ്ട്. ആ ലാസ്റ്റ് സ്റ്റേജിൽ അന്നേരം മാത്രം ഇളക്കിയാൽ മതി. ഇതൊരു 5 മിനിറ്റ് ഇളക്കിയാൽ മതി ഇതിനകത്ത്, ഈ പാത്രത്തിൽ ഞാൻ ഇറക്കുന്ന ആ സമയത്തേ. പിന്നെ ഇതിനകത്ത് വേണമെന്ന് നമ്മൾ 1/2 മണിക്കൂർ ഇളക്കണം. അല്ല, അത് ഡ്രൈ ആകാൻ വേണ്ടി. അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഡ്രൈ ആവണം. നാച്ചുറൽ ആയിട്ട് തന്നെ ഡ്രൈ ആകും. നമ്മൾ ഇളക്കുമ്പോൾ ഡ്രൈ ആയിക്കോളും. 3 മാസം വരെ ഇരിക്കൂല ഈ സാധനം? 3 മാസം നമുക്ക് അങ്ങനെ ഏറ്റവും പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇതിനകത്ത് കെമിക്കൽ ഇല്ല. നമ്മൾ അതുകൊണ്ട് എല്ലായിടത്തും ശർക്കര അവിടുത്തെ ഇത്രയും വലിപ്പം ഉണ്ടായിരിക്കും. അതായത് ഒരു 3-4 കാണും 1 കിലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തീരെ ചെറുതായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ലൈഫ് കൂടുതൽ കിട്ടും. ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്ന അതിനകം നമുക്ക് ചെറിയ ഉണ്ടയായതുകൊണ്ടേ ഇതിനകം നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടും. അല്ലെങ്കിൽ വലിയ ഉണ്ടയാകുമ്പോഴത്തേനും അതിനകം അതനുസരിച്ച് തണുപ്പ്. അപ്പം ഇത് കുറച്ചാളൂടെ നമുക്ക് നിൽക്കും. പിന്നെ അല്ലെങ്കിൽ ഇത് അതിൽ കൂടുതൽ നമുക്ക് ഇപ്പം വീടുകളിലൊന്നും അത്രയൊന്നും ആവശ്യമില്ല. 1 കിലോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഇരിക്കുകയല്ലേ. നമുക്ക് ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. എത്ര നാൾ പച്ചേ ശർക്കര വേണോ? ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അങ്ങനെ ഇരുന്നോളൂ അല്ലേ? ഫ്രിഡ്ജിൽ ഇരുന്നാൽ മതി, വെച്ചാൽ മതി, ഇരുന്നോളും. ഇല്ല പിന്നെ കാറ്റ് കയറാതെ ടിന്നിന് അടച്ചിട്ട് വെച്ചാൽ മതി. ഇത് 80, ഇത് 120. സ്പൈസിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? സ്പൈസി എനിക്ക് തോന്നുന്നു സ്പൈസിന് കുറച്ചുകൂടെ നല്ലതൊന്നാണല്ലേ? സ്പൈസി ചോദിക്കും. അതൊരു ചുക്ക് കാപ്പി തന്നെ. ഇത് അവല് നനയ്ക്കാനും നമുക്ക് അവല് നനയ്ക്കാൻ നല്ലതാണ്. എന്ന് വെച്ചാൽ ജീരകത്തിന്റെ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ മറ്റേത് അവല് നനയ്ക്കുമ്പോൾ ജീരകം ഇടത്തില്ലല്ലോ, കടിക്കുമല്ലോ. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര വരട്ടി ആ ടേസ്റ്റ് അതിന് വരും. ആ കോമ്പിനേഷനാണ് ശർക്കര വരട്ടിയുടെ. ഈ മറയൂർ ശർക്കര എന്താ ഇത്ര ഫേമസ് ആവാൻ കാരണം? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ. എന്താ സംഭവം? നമുക്ക് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളായുള്ള അത് കിട്ടിയിട്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇരുമ്പ് സത്ത് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ഈ ഇവിടുത്തെ ശർക്കരയ്ക്ക് മണ്ണിന്റെ പ്രത്യേകതയാവും, കാലാവസ്ഥയിലെ എല്ലാം കൂടെ പ്രത്യേകതയായിരിക്കും ഇരുമ്പ് സത്ത്. അതുപോലെ കുറെ അതുകൊണ്ടാണ് ഇത്ര ഫേമസ് മറയൂർ ശർക്കര അല്ലേ? നമ്പർ ഒന്ന് നിൽക്കുക, വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലേ നേരിട്ട് വന്ന് മേടിക്കുകയും ചെയ്യാം, അല്ലാത്തവർക്കൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ. ഈ കരിമ്പിന് നിങ്ങൾ വളം കൊടുക്കണ്ടോ? പിന്നെ അങ്ങ് പിന്നെ പോയിട്ട് മരുന്നടിക്കേണ്ട ആവശ്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ജൈവം തന്നെ, നാച്ചുറലാണ്. വേറെ എന്ത് സാധനത്തിനും മരുന്നടിക്കണമല്ലോ. അതെ അതെ, മരുന്നടിക്കണ്ട. പിന്നെ പോയിട്ട് ജൈവ ചാണകമൊക്കെ ഇട്ടാലും കയറി വരും. ഇപ്രാവശ്യം നമ്മളിപ്പോ കണ്ട കരിമ്പ് ചാണകം ഇട്ട് ശരിക്കും വന്നേക്കണം ആ കരിമ്പ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ മധുരത്തിന്റെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടും പിന്നെ ഉപ്പുരസം ഇല്ലെന്നുള്ളതാണ് മറയൂർ ശർക്കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ അതെ, അതിന് ഞാൻ നേരത്തെ ചോദിച്ചത് തമിഴ്നാട് ശർക്കര ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉപ്പുരസം ഇല്ല. അവിടെ ഈ പറഞ്ഞ പോലെ കെമിക്കൽ കൂടുതലിടുന്നുണ്ട്, കെമിക്കലിന്റെ ഉപ്പാ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ശർക്കര അറിയാം, നമുക്ക് ആ കാണുമ്പോൾ അറിയാം. നല്ല ഭയങ്കര നല്ല കളർ കൂടുതലായിരിക്കും. പിന്നെ ഈ അച്ചൊക്കെ വരുന്നില്ലേ, ഇവിടെ നമുക്ക് അച്ചൊന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ കോട്ടയംകാരാണോ ശരിക്കും? അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് സെറ്റിൽ ആയിക്കണം. അതെ അതെ, ചേട്ടൻ കൃഷിയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ വന്നതായിരുന്നു. പിന്നെ കൃഷിയായി, പിന്നെ കരിമ്പ് കൃഷിയായി, പച്ചക്കറി കൃഷിയായിരുന്നു, ശീതകാല പച്ചക്കറിയായിരുന്നു കൃഷി, പിന്നെ കരിമ്പ് കൃഷിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കരിമ്പ് നമ്മൾ മൊത്തത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിച്ചു വെക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം അങ്ങ് തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്യും. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. അതിനിടയ്ക്ക് ഒരു കോവിഡ് വന്നാണ് പ്രശ്നമായത് അല്ലേ? അതെ അതെ, ആ സമയത്തൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.